ഞാനിത് പറയുമ്പോൾ തീർച്ചയായും പലപ്പോഴും നിങ്ങളുടെയൊക്കെ ബന്ധുവും സുഹൃത്തും ഒക്കെ സ്നേഹിതനും മൺമറഞ്ഞു പോയ എൻ്റെ പിതാവിൻ്റെ കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. അത് മറ്റൊന്നുമല്ല. സാധാരണ രീതിയിൽ ഒരു ബഡ്ജറ്റ് നടത്തുമ്പോൾ അതിന്റെ ബഡ്ജറ്റിന്റെ തലേ ദിവസം മുഖ്യമന്ത്രിയുടെ അടുത്ത് ധനകാര്യമന്ത്രി വന്ന് ഈ ബഡ്ജറ്റ് മുഴുവൻ വായിച്ചു കേൾപ്പിക്കും. അതൊരു കൺവെൻഷനാണ്. എല്ലാ സംസ്ഥാനത്തും ചെയ്യും. അങ്ങനെ 1980 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അന്നത്തെ ധനകാര്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വന്ന് ഇത് മുഴുവൻ തലേ ദിവസം രാത്രിയിൽ മണിക്കൂറോളം ഇരുന്ന് വായിച്ചു കേൾപ്പിച്ചു. അത് വായിച്ചു കേൾപ്പിച്ചപ്പോൾ കുറച്ചങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒരു പദ്ധതി അനൗൺസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പദ്ധതിയെ പറ്റി വായിച്ചപ്പോൾ ഉടനെ തന്നെ ആ മുഖ്യമന്ത്രി ഏറ്റുനിന്ന് ആ ധനകാര്യമന്ത്രിയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, കേരളം ഉള്ളിടത്തോളം കാലം കേരളത്തിന്റെ ജനങ്ങൾ ഈ കാര്യം ഓർത്തിരിക്കും എന്ന് പറഞ്ഞു. ഏതാണ് ആ കാര്യം? ഈ രാജ്യത്ത് ആദ്യമായി കർഷക തൊഴിലാളി വേതനം പെൻഷനും കൊടുക്കുകയുണ്ടായി. ആരാണ് അന്നത്തെ മുഖ്യമന്ത്രി? സഖാവ് EK നായനായരായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. ആരായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി? ശ്രീ KM മാണിയായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി. ഏത് മുന്നണിയാണ് അത് അവതരിപ്പിച്ചത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു അത് അവതരിപ്പിച്ചത്. അന്ന് അവതരിപ്പിച്ചത് വെറും 45 രൂപ മാത്രമായിരുന്നു. 45 രൂപ എന്ന് പറയുന്ന വലിയ ഒരു സംഖ്യയൊന്നുമല്ല എന്നെനിക്കറിയാം. പക്ഷേ നമ്മൾ അവരെ അംഗീകരിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. അവർക്ക് ഒരു അല്പം ആശ്വാസം എന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം, വെറും 600 രൂപയായിരുന്നത് 10 വർഷക്കാലം മുമ്പുള്ളത് 1600 രൂപയാക്കി, ഇപ്പോൾ 2000 രൂപയാക്കി. ഇത്രയും ആളുകൾക്ക് ഇന്ന് 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്ന് ഗുണിച്ചു നോക്കണം. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1280 കോടി രൂപ ഒരു മാസം കൊടുക്കുന്നുണ്ട്.